നമസ്കാരം ഇന്ത്യ. ഈ മഹത്തായ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഐഡിയകൾ വിജയത്തിലെത്തുന്ന വേദിയാണ്. ഇവിടെ ഐഡിയകൾക്ക് പറക്കാനുള്ള ചിറക് ലഭിക്കുന്നു. ഇവിടെ നിന്നും ഐഡിയകൾ സ്റ്റാർട്ടപ്പുകളായി മാറുന്നു. അതുപോലെ ഇന്നോവേഷൻസ് രാജ്യത്തിന്റെ ഭാവിയായും മാറുന്നു. ഈ നാഷൻ ബിൽഡിംഗിൽ ഞങ്ങളുടേതായ ചെറിയ പങ്ക് നൽകുവാനായി ഞങ്ങൾ നടത്തുന്ന ഭാരതത്തിന്റെ സ്വന്തം സ്റ്റാർട്ടപ്പ് വേദി ഐഡിയ ബാസ്. ഐഡിയ നിങ്ങളുടേത്, പണം ഞങ്ങളുടേത്. ഈ പണം അത് ശരിയായ ആളുകൾക്ക് കിട്ടാൻ വേണ്ടി ഈ വേദിയിൽ നമ്മുടെ കൂടെ രാജ്യത്തെ തന്നെ വലിയ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ, അതായത് നമ്മുടെ ഇൻവെസ്റ്റിംഗ് ടൈറ്റൻസും ഉണ്ട്. പ്ലീസ് വെൽക്കം അവാർഡ് വിന്നിംഗ് ജേർണലിസ്റ്റ് ആൻഡ് ഓണ്ടർപ്രണർ, ഷീ ദ പീപ്പിളുടെയും ഗായത്രിയുടെയും ഫൗണ്ടർ ശൈലി ചോപ്ര. ഇൻഡോർ മുതൽ അമേരിക്ക വരെ നീളുന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമ, സീരിയൽ ഇൻവെസ്റ്റർ, VC ഫ്രം വാഷിംഗ്ടൺ DC, സന്ദേശ് ശാരദ. ലക്ഷറി, ഡിസൈൻ, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ലീഡർഷിപ്പിന്റെ അപൂർവ സംഗമം, ഡെല്ല ലീഡേഴ്സ് ക്ലബിന്റെ ഫൗണ്ടർ ജിമ്മി മിസ്ത്രി. ഇന്ത്യയിലെ സ്ലീപ് ടെക്കിന്റെ പയനിയർ, ദ സ്ലീപ് കമ്പനിയുടെ ഡൈനാമിക് ഫൗണ്ടർ പ്രിയങ്ക സലോട്ട്. ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ ചേരുന്നത് യങ് ഇന്ത്യയുടെ ടാലന്റിനെ ലോകം നേരിടുന്ന വലിയൊരു വെല്ലുവിളി പരിഹരിക്കാൻ ഉപയോഗിച്ച വ്യക്തിയാണ്. ഗ്രാമങ്ങളിൽ കൂടുതൽ വാട്ടർ സപ്ലൈയും അതുപോലെ കൃഷിയിൽ ഡ്രോണുകളുടെ ഉപയോഗവും കൊണ്ടുവന്ന വ്യക്തി. ഇദ്ദേഹം ഒരു മികച്ച വഴികാട്ടിയാണ്. റിസർച്ചുകളിലൂടെ ഇദ്ദേഹം സ്റ്റാർട്ടപ്പുകൾക്ക് ചിറകുകൾ നൽകുന്നു. ഇദ്ദേഹം ചെയ്യുന്ന ഒരു മഹത്തായ കാര്യം രാജ്യത്തെ വിദ്യാഭ്യാസത്തിന്റെയും തൊഴിലിന്റെയും ഇടയിൽ വലിയൊരു റൺവേ തന്നെ സൃഷ്ടിക്കുന്നു എന്നതാണ്. ആ മഹത്തായ വിഷണറിയെ സ്വാഗതം ചെയ്യാം. ഐഡിയകളെ രാഷ്ട്ര നിർമ്മാണത്തിന് ഉതകുന്ന രീതിയിൽ മാറ്റുന്ന IIT മദ്രാസിൽ നിന്നും വരുന്ന പ്രൊഫസർ മഹേഷ് പഞ്ചാങ്കുളിയെ നമുക്ക് നിറഞ്ഞ കൈയടികളോടെ സ്വാഗതം ചെയ്യാം. വെൽക്കം സർ, വെൽക്കം വെൽക്കം. ഇന്ന് താങ്കൾ ഈ വേദിയിൽ വന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. എനിക്കും വളരെ സന്തോഷം. സർ, താങ്കളുടെ ജേണിയിൽ ഇതുവരെ എത്ര സ്റ്റാർട്ടപ്പുകളിൽ എന്തൊക്കെ തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇതുവരെയ്ക്കും ഡീൻ ഓഫ് അലുമിനി ഇൻകോർപ്പറേറ്റീവ് സൊല്യൂഷനിലായിരുന്നു. ആ വിന്റേജ് പോയിന്റിൽ നിന്ന് ഞാൻ അൽവിറോയ് IITM-ന്റെ അലുമിനി ഉണ്ടല്ലോ, ആ സ്റ്റാർട്ടപ്പിന്റെ കൂടെ ഇന്ററാക്ട് ചെയ്യാൻ എനിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടി. അതിനു മുമ്പ് ഐ വാസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് ദി IITM ഇൻക്യുബേറ്റീവ് സെൽ, അതിന്റെ ഡയറക്ടറായിരുന്നു, പ്രൊഫസർ ഇൻചാർജുമായിരുന്നു. സോ ആ വിന്റേജ് പോയിന്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കുട്ടികളുമായിട്ട് സംവദിക്കാൻ കഴിഞ്ഞു. സ്റ്റുഡന്റ് ഇന്നോവേഷൻ, അതായത് ഈ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, ക്ലാസ് റൂമിൽ അവർ പഠിക്കും, പക്ഷേ ക്ലാസ് റൂമിന് വെളിയിൽ, അതായത് അവര് ഹാൻഡ്സ് ഓൺ ജോലി ചെയ്യുമ്പോൾ പ്രൊജക്ടുകൾ ചെയ്യും. അതിലാണ് ശരിയായ ലേണിംഗ്. അത് ഒരു സ്റ്റാർട്ടപ്പ് കൺവേർട്ട് ആയില്ലെങ്കിൽ കൂടി അതൊരു ലേണിംഗ് ആണ്. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടന്റ്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്, ആസ് എ പ്രൊഫസർ ഐ ടീച്ച് എഞ്ചിനീയറിംഗ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദി സക്സസ്ഫുൾ സ്റ്റാർട്ടപ്പ് ഈസ് സെല്ലിംഗ്. ഹൂവർ ആർ ദി എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഇൻ ദി ഓഡിയൻസ് ലേൺ സെല്ലിംഗ് സംവെയർ സംഹൗ. ഇത് തന്നെയാണ് ഈ വേദിയിൽ വരുന്ന നമ്മുടെ ഐഡിയ ബാസുകൾ ചെയ്യുന്നത്. അവരുടെ ഐഡിയകൾ നല്ല രീതിയിൽ നമ്മുടെ ഇൻവെസ്റ്റിംഗ് ടൈറ്റൻസ് മനസ്സിലാക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിലൂടെ ഫണ്ടിങ് കിട്ടുമെന്ന് അവർ വിശ്വസിക്കുന്നു. വിഷ് ദം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച് സർ ഫോർ ബീയിങ് വിത്ത് us. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. നമ്മുടെ രാജ്യത്ത് ഇടയ്ക്കിടെ ഒരു സംഭവം ഉണ്ടാവാറുണ്ട്. അതായത് ആരെങ്കിലും ഒരു മഹത്തായ കണ്ടുപിടുത്തം നടത്തും, പിന്നീട് യൂറോപ്പിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നോ ആരെങ്കിലും വന്ന് സർട്ടിഫൈ ചെയ്യാൻ വേണ്ടി അവർ കാത്തിരിക്കും. ഇതിൻ്റെയൊക്കെ കാരണം എന്താ? പല സമയങ്ങളിലും നമുക്ക് നമ്മുടെ സ്വന്തം കഴിവിൽ തന്നെ വിശ്വാസമില്ല. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഐഡിയ ബാസ് ലോകത്തിന് സസ്റ്റൈനബിലിറ്റിയുടെ പാഠങ്ങൾ പഠിപ്പിക്കാനായി വരികയാണ്. അതും രാജസ്ഥാനിലെ ഒരു ചെറിയ ഗ്രാമമായ ബാഡ്മീറിൽ നിന്ന്. നിറഞ്ഞ കൈയടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ഡുംഗർ സിംഗ് സോഡ. നമസ്കാരം. നമസ്കാരം. ഞങ്ങളുടെ വേദിയിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങളുടെ പിച്ചിനായി തയ്യാറാണോ? തയ്യാറാണ്. എന്നാ തുടങ്ങിക്കോളൂ. എന്റെ പേര് ഡുംഗർ സിംഗ് സോഡ. പ്ലീസ് ചെക്ക്. ഇതെന്താ ടെക്നിക്കൽ ഫെയിലിയർ ആണോ? ഏതായാലും വന്നല്ലോ. കണ്ടില്ലേ, വെറും 5 സെക്കൻഡ് മാത്രമേ കറണ്ട് പോയുള്ളൂ, പക്ഷെ എത്രമാത്രം ഡിസ്കംഫർട്ട് ആക്കി. ഞാൻ രാജസ്ഥാന്റെ ബാൾമേർ എന്ന സ്ഥലത്തുനിന്ന് വരിക. ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരുപാട് ആഴ്ചകൾ കറണ്ട് ഇല്ലാതെ ഉണ്ടായിട്ടുണ്ട്. ഇരുട്ട് രാത്രി മാത്രമല്ലായിരുന്നു, ഞങ്ങളുടെ ജീവിതം തന്നെ ഒരു ഇരുട്ടിലായിരുന്നു. എല്ലാവരും ഫാനില്ലാതെ കഷ്ടപ്പെടും, കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാതെ ഒരുപാട് കഷ്ടപ്പെടും. നമ്മുടെ നാട്ടില് ദീപങ്ങളുടെ ഉത്സവം ഉണ്ടാവാറുണ്ട്, പക്ഷേ എന്റെ ഗ്രാമത്തിലെ രാവും പകലല്ലാതെ ഇരുട്ട് മാത്രമാണ് ഉണ്ടായത്. എന്റെ കുട്ടിക്കാലത്തൊക്കെ കറണ്ട് പെട്ടെന്നായിരിക്കും പോവുക. ആ നിമിഷം തന്നെ എനിക്ക് മനസ്സിലാവും ഇനി കുറച്ച് ആഴ്ചകൾക്ക് എന്റെ വീട്ടിൽ കറണ്ട് ഉണ്ടാവില്ല എന്ന്.
പഠിച്ച് വലുതായിട്ട് ജോലി ചെയ്യാൻ സൂരത്തിലേക്ക് വന്നു. പക്ഷെ എന്റെ മനസ്സിൽ മുഴുവനും എന്റെ ഗ്രാമത്തിലുള്ള ഇരുട്ട് മാത്രമായിരുന്നു. ഞാൻ എഞ്ചിനീയർ ഒന്നല്ല, പക്ഷേ യൂട്യൂബ് എന്റെ ഗുരുവായി മാറി. അറിയോ, അത് തന്നെയാണ് എന്റെ ഗവേഷണ കേന്ദ്രം. അവിടെ തുടങ്ങിയതാണ് ഈ സൺ വിൻഡ് ഇന്നോവേറ്റീവ്. വാവ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു ഇന്ത്യയിലെ ഏറ്റവും ചെറിയ, ഏറ്റവും കനം കുറഞ്ഞ സ്മോൾ വിൻഡ് ടർബൈൻ. ഈ 1 കിലോ വാട്ട് ടർബൈൻ ഒരു ദിവസം 10 മുതൽ 15 യൂണിറ്റ് കറണ്ട് വരെ ഉൽപ്പാദിപ്പിക്കും. അതൊരു സ്മാർട്ട് ഫോണിന്റെ വിലയ്ക്ക് തുല്യമാണ്. അത് ടെറസ് ആണെങ്കിലും ശരി, പാടമാണെങ്കിലും ശരി, ഇനി ആർമിയുടെ യൂണിറ്റ് ആണെങ്കിൽ പോലും 10 മണിക്കൂറുടെ കാറ്റ് മതി. നിങ്ങൾക്ക് കറണ്ട് ബില്ലും വരില്ല, ഗ്രിഡ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. വെറും കാറ്റ്, വെളിച്ചം, പിന്നെ ജീവിതം. ഇന്ന് ഈ വിൻഡ്മിൽ 20-ലധികം കൺട്രീസിൽ പ്രവർത്തിക്കുന്നുണ്ട്. നെക്സ്റ്റ് റെവല്യൂഷനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതും ഹൈവേയിലേക്കൂടെ പോകുന്ന വണ്ടിയുടെ കാറ്റിലൂടെ. കറണ്ട് ഉണ്ടാക്കാം, നമുക്ക് വെള്ളം എടുക്കാൻ പറ്റും, അതും ഒരു മോട്ടറും ഇല്ലാതെ. കറണ്ടിന്റെ സഹായം ആവശ്യമില്ല. ടൈറ്റൻസ്, എന്റെ ആഗ്രഹങ്ങൾ വളരെ ക്ലിയർ ആണ്. എവിടേക്കാണോ ഇരുട്ടുള്ളത് അവിടെയൊക്കെ സൺവിൻഡ് മുഖേന കറണ്ട് ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ പ്രകാശം അന്വേഷിച്ച് വന്നതല്ല, പ്രകാശം നൽകാൻ വന്നതാണ്. ഈ യാത്രയിൽ എന്റെ ഒപ്പം കൈകോർക്കാൻ റെഡിയാണോ? കാറ്റിലൂടെ കറണ്ട് ഉണ്ടാക്കുന്ന പദ്ധതിക്ക് സഹായിക്കാൻ റെഡിയാണോ? അതിനുവേണ്ടി എന്റെ ആസ്ക് ആണ് 6 crore for 5%. എനിക്ക് താങ്കളോട് പറയാനുള്ളത്, താങ്കളുടെ ഈ സ്വപ്നം സാധാരണ സ്വപ്നമല്ല, അത് വളരെ മഹത്തായ ഒന്ന് തന്നെയാണ്. അല്ല, ഈ വിൻമിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ സ്ഥാപിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പോലും വെക്കാൻ പറ്റും. ടെറസിൽ വെക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും യാത്രയാണെങ്കിൽ അങ്ങോട്ടേക്കും കൊണ്ടുപോകാം. അത്രമാത്രം പോർട്ടബിൾ ആണിത്. ഈ ഐഡിയയുടെ തുടക്കം എവിടെ നിന്നായിരുന്നു? അതായത് ഒരു ഗ്രാമത്തിൽ കറണ്ട് ഇല്ലെങ്കിൽ ആ ഗ്രാമം മാത്രമല്ല ഇരുണ്ടു പോകുന്നത്, ആ ഗ്രാമത്തിലെ കുട്ടികളുടെ ഭാവിയാണ് ഇല്ലാതാകുന്നത്. 2006 ആദ്യമായിട്ട് ഇവിടെ ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഇവിടെ ഏകദേശം 2-3 മാസങ്ങൾക്ക് കറണ്ട് തന്നെ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഗ്രാമത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നത്. പാചകം ഉണ്ടാക്കാൻ പോലും നിങ്ങൾക്കൊരു ലൈറ്റ് ആവശ്യപ്പെട്ട, ഭക്ഷണം വിറകടുപ്പിൽ ഉണ്ടാക്കും, പക്ഷെ അത് ഉണ്ടാക്കാനുള്ള വെളിച്ചമില്ല. കുട്ടികൾക്ക് പഠിക്കാനുള്ള വെളിച്ചം ഉണ്ടാവില്ല. ഉഷ്ണകാലത്ത് ഫാൻ ഇടാൻ പറ്റില്ല, ഫ്രിഡ്ജ് വർക്ക് ചെയ്യില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കറണ്ട് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. മോട്ടറിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റില്ല, കൃഷി ചെയ്യാൻ പറ്റില്ല. രാത്രിയായി പുറത്തു പോകാൻ പറ്റില്ല, കാരണം വഴികളൊക്കെ ഇരുട്ടായിരിക്കും. അവിടെയൊക്കെ പാമ്പുകളൊക്കെ ഒരുപാട് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചതാ, ഞാൻ പഠിച്ച് നല്ല നിലയിലെത്തിയാൽ ഗ്രാമത്തിന് വേണ്ടി എന്തായാലും സഹായിക്കും ഞാൻ. ആക്ച്വലി പവർ ഒരു സെക്കൻഡറി കാര്യമാണ്. പ്രൈമറി ആയിട്ട് വേണ്ടത് ഒരു തവണ ബ്ലേഡ് ഒന്ന് അനങ്ങി കിട്ടിയാൽ മതി. അപ്പൊ ഒരുപാട് പേരെന്നെ നോക്കി ചിരിച്ചായിരുന്നു, നീ വെറുതെ സമയം കളയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ വിൻമിൽ റെഡിയാക്കിയത്. എന്റെ ഗ്രാമത്തിലും ഗ്രാമത്തിലെ ജനങ്ങളുടെയും എല്ലാവരുടെയും ശ്രദ്ധ എന്റെ വിൻമില്ലുണ്ടായത്. ആദ്യത്തെ തവണ എന്റെ മെഷീനിലൂടെ പവർ ജനറേറ്റ് ആയപ്പോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, കൈകിട്ട ആൾക്കാരൊക്കെ ഫോൺ ചെയ്ത് പറഞ്ഞു എന്റെ ടർബൻ വർക്കായി, അതുകൊണ്ട് ദൈവത്തിനൊരു നേർച്ച വെക്കണമെന്ന്. അത്രമാത്രം ഹാപ്പി ആയിരുന്നു. ആ പയ്യൻ ശരിക്കും ഗംഭീരമായ ഒരു സംഭവം കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി വൈദ്യുതിയെ പറ്റി ചിന്തിക്കേ വേണ്ട. ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വെട്ടം കണ്ടു. മുൻപൊക്കെ എപ്പോഴും ഇരുട്ടായിരുന്നു, ഇപ്പൊ എപ്പോഴും കറണ്ടുണ്ടല്ലോ. താങ്കൾ കുട്ടിക്കാലം മുതലേ കാണുന്ന ഒരു വലിയ സ്വപ്നം, അത് വളർന്ന ശേഷം താങ്കൾ നടത്തി കാണിച്ചു. അതെ സർ. ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇതിൽ യാതൊരു മെയിൻ്റെനൻസ് ഇല്ല, നോയ്സ് ഫ്രീ ആണ്. ഞാനൊന്ന് നോക്കിയോട്ടെ. ഞാനും കൂടെ നോയിക്കോട്ടെ പ്ലീസ്. കൊള്ളാലോ, ഈ സഹോദരൻ നല്ല പ്രോഡക്റ്റാ ചെയ്തിരിക്കുന്നത്. വാവ്, ഇതിന്റെ ഫിനിഷിംഗ് വളരെ നന്നായിട്ടുണ്ട്. ഇതില് കാറ്റിന്റെ വെലോസിറ്റി എത്ര ആവശ്യമുണ്ട് ഈ ടർബൈൻ കറങ്ങാനായിട്ട്? ഈ ടർബൈൻ 1.5 മീറ്റർ പെർ സെക്കൻഡിലാണ് കറങ്ങുന്നത്. സോ 5 കിലോമീറ്റർ കാറ്റ് തന്നെ ഇറങ്ങി തുടങ്ങും. ഓക്കെ. ഇതിലൂടെ ജനറേറ്റ് ചെയ്യുന്ന എനർജി നമുക്ക് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. സ്റ്റോർ ചെയ്ത് വെക്കാം, നമുക്ക് ഹൈബ്രിഡ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി അതുമല്ല നിങ്ങൾക്ക് ഗ്രിഡിൽ കണക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ഇതിൽ സോളാർ ആൻഡ് വിൻഡ് രണ്ടിന്റെ കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റും. ശരി മിസ്റ്റർ ദുങ്കർ, നിങ്ങൾ ഒരു കാര്യം പറയൂ. നിങ്ങൾ രാജസ്ഥാനിൽ നിന്നല്ലേ വന്നത്? അതെ. ആൻഡ് മേ ബി നിങ്ങൾ രാജസ്ഥാനിലായിരിക്കും ജനിച്ചത്. ശരി, ഇപ്പൊ അതല്ല കാര്യം. നിങ്ങൾ ഇതിനു മുമ്പ് എന്താ ചെയ്തിരുന്നത്?
ഞാൻ ഇതിനു മുമ്പ് ഗ്രാമത്തിന് മുൻപ് സൂരത്തിലാണ് വന്നത്. സൂരത്തിൽ ഞാൻ സെക്യൂരിറ്റി ഗാർഡായിട്ടും ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ പത്രത്തിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഇതൊക്കെ മാറ്റിയിട്ട് ഇത് തുടങ്ങിയത്. ബട്ട് ഐ ഹാവ് ടു ഗിവ് യു ഹാറ്റ്സ് ഓഫ് യാ. ആദ്യം വാച്ച്മാനായി, പിന്നീട് പത്രപ്രവർത്തകനായി, പിന്നെ യൂട്യൂബ് നോക്കി ഇതൊക്കെ ചെയ്തിരിക്കുന്നു. വളരെ കുറച്ചു പേർക്ക് ഇത്രയും ധൈര്യം ഉണ്ടായിരിക്കുള്ളൂ. ഭയങ്കര ധൈര്യം തന്നെ. സോ ഐ തിങ്ക് ആദ്യം ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ആ സ്റ്റെപ്പ് എടുത്തു വെച്ചതിന്. അവിടെ നിങ്ങൾ ധൈര്യം കാണിച്ചു. ഞാൻ IIT മദ്രാസിലാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായി അറിയാം ഇതിൽ എത്ര കോംപ്ലക്സ് ഉണ്ടെന്ന്. നല്ല എഞ്ചിനീയറിംഗ് ഡിവൈസ്, അതും നിങ്ങൾ തന്നെ പഠിച്ചിട്ട് ചെയ്തിരിക്കുകയാണ്. ഹാറ്റ്സ് ഓഫ് ടു യു. താങ്ക് യു സോ മച്ച് സർ. ചെറിയൊരു ടെക്നിക്കൽ ചോദ്യം. ഇതിന്റെ ബ്ലേഡ് നോക്കുകയാണെങ്കിൽ വേറൊരു ബ്ലേഡിന്റെ ഇന്റർഫേസിലാണുള്ളത്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശം? സെക്കൻഡ് ബ്ലേഡ് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ബ്ലേഡിൽ നിന്ന് ഇന്നൊരു ബ്ലേഡിലേക്ക് എങ്ങനെ ടേൺ ചെയ്താലും രണ്ടാമത്തെ ബ്ലേഡിന്റെ ഫോഴ്സ് അധികമാക്കി RPM കൂട്ടാൻ സഹായിക്കും. അതല്ല, ആ കാണുന്ന ചെറിയ ആ ബാഫിൾ മാതിരിയുള്ളതില്ലേ, ഈ സൈഡിലുള്ളതാണോ? ഇത് ടോർക്ക് അധികരിക്കാൻ വേണ്ടിയാണ്. അതിന്റെ അകത്തൂടെ കാറ്റ് പോകുമ്പോൾ കൂടുതൽ ടോർക്ക് വരുന്നുണ്ടല്ലേ, സ്റ്റാർട്ടിംഗ് ടോർക്കിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അക്കാരണം കൊണ്ട് തന്നെ 1.5 നിന്ന് കൂടുതൽ ഇതിലേക്ക് കടക്കും. ആ 1.5ലേക്ക് എത്തിക്കുന്നതിനാണ് ഈ രണ്ടാമത്തെ ബാഫിൾ അല്ലേ. വെരി ഗുഡ് ഇന്നോവേഷൻ. ഒരുപാട് നന്ദി. വെരി ഗുഡ്. ആഹാ. ഇത് നോക്കൂ, മാർക്കറ്റിൽ വേറെയും വിൻഡ് ടർബൈൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് കമ്പനികളുണ്ട്. നിങ്ങളുടെ പ്രോഡക്റ്റ് അവരിൽ നിന്നും നിങ്ങൾ എങ്ങനെയാണ് വേർതിരിച്ച് കാണുന്നത്? ഇത് വെർട്ടിക്കൽ ടർബൈൻ ആണ്. ഇതിന് പ്രത്യേകിച്ച് വലിയ മെയിൻ്റെനൻസിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ ടെറസിൽ തന്നെ വെക്കാം. അവിടെ നിന്നല്ല എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. മൂന്നിനും തനിയായിട്ട് ബെയറിംഗ്സ് ഉണ്ട്. അതുകൊണ്ട് മോട്ടറിൽ വെക്കുമ്പോൾ പ്രത്യേകിച്ച് മെയിൻ്റെനൻസിന്റെ ആവശ്യമില്ല. അതായത് നിങ്ങൾ പറഞ്ഞു വരുന്നത് ഈ പ്രോഡക്റ്റിന്റെ USB മാർക്കറ്റിൽ കിട്ടുന്ന മറ്റു പ്രോഡക്ട്സിനേക്കാളും ലോ മെയിൻ്റെനൻസ് ആണെന്ന്. ഇപ്പൊ എവിടെയാണ് ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത്? ഇപ്പൊ ഞങ്ങളുടെ ലോക്കൽ മാർക്കറ്റ്സിലെ വലിയ കമ്പനീസിലെ അവിടെയൊക്കെ പൈലറ്റ് പ്രോജക്ട്സിന് വേണ്ടി ഹാൻഡ് ഷേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ആഫ്രിക്കയും പിന്നെ ഗൾഫ് കൺട്രീസിലേക്കും ഇത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ മിസ്റ്റർ ദുംഗർ, താങ്കളുടെ ബിസിനസിനെ പറ്റി ഒന്ന് പറയാമോ? അതായത് എപ്പോഴായി പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തത്? ഞാൻ എന്റെ ഈ കമ്പനി 2013 മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തത്. അതിനുശേഷം ഞാനിത് വലിയ രീതിയിൽ ബിസിനസ് ആയിട്ട് എടുക്കാൻ തീരുമാനിച്ചു. റീസെന്റ് ലാസ്റ്റ് 6-7 മാസമായിട്ട് ഞാൻ ഇതിലെ R&Dയിൽ നിന്ന് ടോട്ടലി പുറത്തു വന്നു. ഞാൻ ഇതുവരെ 75 പ്രോഡക്ട്സ് ആണ് സെയിൽ ചെയ്തത്. ഇപ്പൊ എന്റെ കയ്യിൽ രാജസ്ഥാൻ ഗവൺമെന്റിന്റെ 400 കോടി രൂപയുടെ MOV ഉണ്ട്. പിന്നെ ഗുജറാത്ത് ഗവൺമെന്റിലെ 50 crores. പിന്നെ ചില ലിമിറ്റഡ് കമ്പനീസ് ആയ ബനാസാരി, LNT, ഗാലക്സി ഇങ്ങനത്തെ കമ്പനിയിലൊക്കെ എന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ ടർബൈൻ വാങ്ങാറുണ്ട്. അത് കൂടാതെ ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആഫ്രിക്കൻ കൺട്രീസിലേക്ക്. ഈ 1 kVയുടെ വില എത്ര വരും? 1.5 ലക്ഷം രൂപയാണ് സർ. ഇപ്പൊ നിങ്ങൾ കുറച്ച് ഇതിന്റെ വിലയൊന്ന് ബ്രേക്കപ്പ് ചെയ്യാമോ? 1.5 ലക്ഷം രൂപയാണ് വിലയെങ്കിൽ അതിന്റെ 30% ആണ് നിങ്ങളുടെ മാർജിൻ അല്ലേ? അതായത് 40-45,000 രൂപ മാർജിൻ ആയിട്ട് വരും. അപ്പൊ ബാക്കി മെറ്റീരിയൽ നിങ്ങൾ എന്താണ് ചെലവാക്കുന്നത്? മെറ്റീരിയൽസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സാർ മെയിൻ ആയിട്ട് അലുമിനിയം ആണിത്. ജിൻഡാലിന്റെ ഹൈ ക്വാളിറ്റി ആണ്. ബെയറിംഗ് SKF-ന്റെ ആണ്. പിന്നെ ജനറേറ്റർ ഉള്ളതിൽ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള അലുമിനിയം. അതായത് ഈ അലൂമിനിയവും അതുപോലെ ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം കൂടി ചേരുമ്പോ 15,000 അല്ലെങ്കിൽ 16,000 രൂപയ്ക്ക് മേലിൽ ചെലവാവില്ല അല്ലേ? ഐ തിങ്ക് ബിൽ ഓഫ് മെറ്റീരിയൽസിൽ ഇനിയും കുറച്ചുകൂടി വേണമെന്ന് തോന്നുന്നു. അല്ല സർ, ആക്ച്വലി നിങ്ങൾ അത് നോക്കുകയാണെങ്കിൽ പക്ഷെ അതിന്റെ ആ ബ്രേക്ക് എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ശരി, നിങ്ങൾ ഒരു കാര്യം പറയൂ. ഇതിന്റെ കോസ്റ്റും നിങ്ങളുടെ മാർജിനും നന്നായിട്ടുണ്ട്, എന്നിട്ടും നിങ്ങൾ എന്തിനാ പണം റേസ് ചെയ്യുന്നത്? കാരണം ഇനി വരും ദിവസങ്ങളിൽ വലിയ കമ്പനീസിൽ വലിയ പ്രോജക്ട്സ് വരാൻ പോവുകയാണ്. അതിലെനിക്ക് നല്ല സപ്പോർട്ടിന്റെ ആവശ്യമുണ്ടല്ലോ. ഓഡിയൻസ്, നിങ്ങൾ എല്ലാവരും ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നത്, ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ കണ്ടു. ഇനി നിങ്ങൾ നിങ്ങളുടെ വോട്ടിംഗ് മീറ്റേഴ്സ് എടുത്ത് അതിലുള്ള യെസ് ഓർ നോ ബട്ടൺ അമർത്തി നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് ഡിമാൻഡ് എത്രയെന്ന് പറയൂ. നിങ്ങളുടെ സമയം ഇതാ ആരംഭിക്കുന്നു. %62 ആളുകളും ചിന്തിക്കുന്നത് ഇതിന്റെ ആവശ്യകത വളരെ കൂടുതലാണ് എന്നാണ്. താങ്ക് യു ഓഡിയൻസ്. താങ്കൾ ഒരു തവണ കൂടി പറയൂ, താങ്കൾ ആവശ്യപ്പെട്ടത് കിട്ടുന്നതിലൂടെ എന്താണ് താങ്കൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5-6 വർഷങ്ങളിൽ എങ്ങനെയാണ് സോളാറിന് മാർക്കറ്റ് ഉണ്ടായത്, അതേപോലെ തന്നെ എന്റെ സൺവിൻഡിന്റെ ഈ ചെറിയ ടർബൈൻ മാർക്കറ്റിൽ ഒരു തരംഗം സൃഷ്ടിക്കും. അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ടൈറ്റൻസ്, പറയൂ, ഇദ്ദേഹവുമായിട്ട് കൈകോർക്കാൻ നിങ്ങൾ തയ്യാറാണോ? ജിമ്മി, പ്രോഡക്റ്റ് ഇന്നോവേഷൻ ഞാൻ അദ്ദേഹത്തിന് 10-ൽ 10 കൊടുക്കുകയാണ്. വളരെ നല്ലൊരു ശ്രമമാണ് ഓൺട്രപ്രണർ സ്കിൽ. പക്ഷേ എനിക്കിതിന്റെ ബിസിനസ് ശരിക്കും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. പക്ഷേ എനിക്കിപ്പോ പറയാനുള്ളത്, ഇദ്ദേഹം വലിയ ഓർഡറിന്റെയും ടെൻഡറിന്റെയും ഗവൺമെന്റിന്റെ ഒക്കെ പുറകെ പോകാതെ ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമറിന് അടുത്ത് പോകണം. NGOs ഒക്കെ വില്ലേജിലൊക്കെ ഫ്രീ ആയിട്ട് ഡൊണേറ്റ് ചെയ്യും, അവരെ ക്യാച്ച് ചെയ്യണം.
പിന്നെ ഇദ്ദേഹത്തിന്റെ ബിസിനസ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. ഇദ്ദേഹം ഇതുപോലെ തന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻ ഫ്യൂച്ചർ എന്നെ പോലെ തന്നെ ആയിരക്കണക്കിന് ഇൻവെസ്റ്റേഴ്സ് വരും. പക്ഷെ ഇന്ന് ഇദ്ദേഹത്തിനൊപ്പം കൈകൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല. പക്ഷെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു, ഗുഡ് വിഷസും കൊടുക്കുന്നു. ഇദ്ദേഹം വളരെ വലിയ ഓണ്ടർപ്രണർ ആയി മാറണം. താങ്ക് യു നന്ദി സർ. ശൈലി, നിങ്ങളുടെ അഭിപ്രായം പറയൂ. നിങ്ങളുടെ ഈ മാർക്കറ്റിംഗിന്റെ അപ്രോച്ച് ആണെങ്കിലും അല്ലെങ്കിൽ ഈ ബിസിനസ് ബിൽഡിംഗിന്റെ അപ്രോച്ച് ആണെങ്കിലും അവിടെ എല്ലാം നിങ്ങൾക്ക് കുറച്ച് അഡ്വൈസിന്റെ ആവശ്യമുണ്ട്. ഓർഗനൈസേഷന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും അവിടെ എനിക്ക് തീർച്ചയായും നിങ്ങളെ സഹായിക്കാൻ പറ്റും. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ബിസിനസ്സിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം നടക്കുന്നതല്ല. എന്റെ അഡ്വൈസ് ഇതാണ്. എനിക്കിന്ന് ശരിക്കൊരു ക്ലാരിറ്റി കിട്ടിയില്ല. അതായത് ബിസിനസ് എങ്ങനെയാണ് ഗ്രോ ആകുന്നത്, എവിടെയാണ് പണം സ്പെൻഡ് ആവുന്നത്, ബിസിനസ് എങ്ങനെ ഗ്രോ ആകും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. അതുകൊണ്ട് എനിക്കിന്ന് നിങ്ങളോടൊപ്പം കൈകോർക്കാൻ പറ്റില്ല. ബട്ട് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എന്റെ ഇൻവെസ്റ്റ്മെന്റിന് നിങ്ങൾ ഇക്വിറ്റി തരും, പക്ഷേ എനിക്കിപ്പോൾ ഒരു കോൺട്രിബ്യൂഷൻ തരാൻ പറ്റില്ല. പക്ഷേ ഞാനൊന്ന് ഉറപ്പിച്ച് പറയാം, തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കസ്റ്റമർ ആകും. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾക്കിപ്പോൾ ഞാൻ ഉറപ്പ് തരുന്നു. എന്റെ വക ഞാനൊരു യൂണിറ്റ് വാങ്ങിക്കാം, അതായത് ടെസ്റ്റ് യൂണിറ്റ് എങ്കിലും വാങ്ങിക്കാം. അതെ, ഓക്കെ. അപ്പൊ താങ്കൾക്ക് ഇപ്പൊ നേരിട്ട് ഒരു ഓർഡർ ഇവിടുന്ന് കിട്ടിയിരിക്കുകയാണ്. ഡുങ്കർ സാർ, എല്ലാവർക്കും എപ്പോഴും എല്ലായിടത്തും വെച്ചും ഫണ്ട് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ചില സമയത്ത് നമുക്ക് കിട്ടുക വലിയ ഇൻസൈറ്റുകളായിരിക്കും. അത് ബിസിനസിന്റെ വളർച്ചയിൽ വലിയ സഹായം ചെയ്യും. താങ്കൾ ഇവിടം വരെ വന്നു, ഈ അത്ഭുതകരമായ പ്രോഡക്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും താങ്കൾ കാണിച്ചു തന്നു, ഞങ്ങളുടെ രാജ്യത്തിന് മൊത്തം കാണിച്ചു. അതിന് വളരെ നന്ദിയുണ്ട്. ഓഡിയൻസായി ഇവിടെ ഇരിക്കുന്ന ഭാവി എന്റർപ്രണേഴ്സിന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ടാവും. ആരെങ്കിലും ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സർ നമസ്കാരം. എനിക്ക് ചോദ്യമുള്ളത് മിസ്റ്റർ പ്രൊഫസറിനോടാണ്. എൻ്റെ പേര് ശശികാന്ത് സിംഗ്, ഞാനൊരു അസിസ്റ്റന്റ് പ്രൊഫസറാണ് താഗൂർ കോളേജിൽ. സർ ഇപ്പോൾ റീസെൻ്റ്ലി ഞങ്ങളുടെ കോളേജ് ടോപ്പ് 5 റാങ്കിൽ വന്നിട്ടുണ്ട് സർ. അതായത് പിള്ളേർ അഡ്മിഷൻ എടുക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന കോളേജാണ് സർ. സോ ഇപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്താലാണ് ഞങ്ങളുടെ ഇൻക്യുബേഷൻ സെന്റർ കുറച്ചുകൂടെ ബെറ്റർ ആവുന്നത് സർ, എഫിഷ്യൻ്റ്ലി അതിൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് അധികമാവാൻ? സോ ഇനിയും കൂടുതൽ പിള്ളേർ വന്ന് എങ്ങനെയാണത് നെക്സ്റ്റ് ലെവൽ എടുക്കാൻ സർ? ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓരോ കോളേജിലും സമർത്ഥരായവരുണ്ട്. അവരെ പുറത്തു കൊണ്ടുവരുന്നതിനായി ഒരു സിസ്റ്റം ആവശ്യമായി വരുന്നു. അതിനാൽ എന്റെ വിഷൻ ഇതാണ്, അവരവരുടെ നിലയ്ക്ക് ഒരു ഇൻക്യുബേഷൻ സെൽ ഉണ്ടാക്കുക എന്നത്. പിന്നൊരു കാര്യം, കുട്ടികൾക്ക് വേറെന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ, പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതിനായിട്ട് അവർക്ക് എത്രത്തോളം സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റുമോ, വി ഷുഡ് എനേബിൾ ദാറ്റ്. പിന്നെ മൂന്നാമതായിട്ടൊരു കാര്യം, ഓരോ കോളേജിനും ഒരു ഇല്ലസ്ട്രേറ്റീവ് അലുമിനി ഉണ്ടായിരിക്കും. അതുകൊണ്ട് അതിന്റെ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കണം. മാത്രവുമല്ല, ഈ ഓണ്ടർപ്രണീർ സ്റ്റുഡൻസിന്റെയും ഹെൽപ്പ് ഈ അലുമിനിയിലേക്ക് കണക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് സർ.